ലോകത്തെ തന്റെ കൈപ്പിടിയിൽ ഒതുക്കിയ അലക്സാണ്ടർ ചക്രവർത്തി പറയുന്നത് ഇങ്ങനെയാണ്: എന്റെ ശവമഞ്ചം കൊണ്ടുപോകുമ്പോൾ അതിൽ 2 വലിയ സുഷിരങ്ങൾ ഇടണം. ആ സുഷിരങ്ങൾ കൂടി എന്റെ 2 കൈകളും പുറത്തേക്കിടണം. കാരണം എനിക്ക് ലോകത്തോട് പറയണം, ലോകം മുഴുവൻ കാൽക്കീഴിലാക്കിയാലും മരണത്തോടൊപ്പം തന്റെ ആത്മാവിനെ മാത്രമേ കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്ന സത്യം ലോകത്തെ എനിക്ക് അറിയിക്കാനാണ്. ഒരിക്കൽ ഒരു ശിഷ്യൻ തന്റെ ഗുരുവിനോട് ചോദിച്ചു, ജീവിതം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് എന്ന്. ഗുരു ശിഷ്യനോട് പറഞ്ഞ മറുപടി, അത് നമുക്ക് പ്രകൃതിയോടൊന്ന് ചോദിച്ചാലോ എന്നായിരുന്നു. പുറത്ത് അവർ ആദ്യമായി കണ്ടത് ഒരു മുന്തിരിച്ചെടിയായിരുന്നു. മുന്തിരിച്ചെടിയോടായി ചോദിച്ചു, നിന്റെ ജീവിതം കൊണ്ട് എന്തർത്ഥമാണുള്ളത് എന്നാണ്. മുന്തിരിച്ചെടി പറഞ്ഞ മറുപടി, എനിക്ക് സ്വന്തമായി എഴുന്നേറ്റ് നിൽക്കാൻ യാതൊരു കഴിവുമില്ല. മറ്റാരുടെയെങ്കിലും സഹായം കൊണ്ട് മാത്രമേ എനിക്ക് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്നിരുന്നാലും ഞാൻ മധുരമായ മുന്തിരി കൊടുത്ത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നു. അതിൽ നിന്നാണ് എന്റെ ജീവിതത്തിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ കണ്ടുമുട്ടിയത് ഒരു കുയിലിനെ ആയിരുന്നു. കുയിലിനോട് ചോദിച്ചു, നിന്റെ ജീവിതം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന്. കുയിൽ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: എനിക്ക് സ്വന്തമായി വലിയ കഴിവുകളൊന്നും തന്നെയില്ല. എനിക്കൊരു സ്വന്തമായി കൂടുപോലുമില്ല. ഞാൻ മുട്ടയിടുന്നത് പോലും കാക്കയുടെ കൂട്ടിലാണ്. എന്നിരുന്നാലും ഞാൻ മനോഹരമായ പാട്ടുപാടി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാറുണ്ട്. അതിൽ നിന്നാണ് എൻ്റെ ജീവിതത്തിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നതെന്ന്. പിന്നെ കണ്ടത് ഒരു മയിലിനെയായിരുന്നു. മയിലിനോടായി ചോദിച്ചു, നിന്റെ ജീവിതം കൊണ്ട് എന്താണ് അർത്ഥമുള്ളത് എന്ന്. എനിക്ക് മനോഹരമായ പീലികളുണ്ട് എന്നാണ് എന്നെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത്. പക്ഷേ എനിക്ക് ഇന്ന് വരെ അത് കാണുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും എൻ്റെ ഈ മയിൽപ്പീലികൾ കൊണ്ട് മനോഹരമായ നൃത്തം ചവിട്ടി ഞാൻ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നു. ഞാൻ അതിൽ നിന്നാണ് എൻ്റെ ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയത്. അടുത്തതായി കണ്ടത് ഒരു മീനിനെയായിരുന്നു. മീനിനോടായി ചോദിച്ചു, നിന്റെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചു. അതിന് മീൻ മറുപടി പറഞ്ഞത്, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളുണ്ട്. അതായത് പുഴയ്ക്ക് എതിരായി കടക്കേണ്ട ആവശ്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ വരാറുണ്ട്. എന്നാലും അത് മനോഹരമായി അതിനെ അതിജീവിക്കുകയാണ് ഉണ്ടാകുന്നത്. അതിൽ കൂടെയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം ഞാൻ കണ്ടെത്തുന്നത്. പിന്നെ കണ്ടുമുട്ടിയത് മിന്നാമിനുങ്ങിനെയായിരുന്നു. മിന്നാമിനുങ്ങിനോട് ചോദിച്ചു, നിന്റെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ് എന്ന്. മിന്നാമിനുങ്ങ് പറഞ്ഞ മറുപടി, എനിക്ക് വലിയ ബുദ്ധിയോ കഴിവുകളോ ഒന്നും തന്നെയില്ല. എന്നിരുന്നാലും എൻ്റെ ജീവിതത്തിലുള്ളതായ ആ നുറുങ്ങുവെട്ടം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് അവരനുഭവിക്കുന്ന സന്തോഷം കാണുമ്പോഴാണ് എൻ്റെ ജീവിതത്തിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത്. ഇവരുടെയൊക്കെ ജീവിതം വെച്ച് നമുക്ക് ഒരു മാതൃക ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ മരണസമയം സന്തോഷത്തോടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നമ്മുടെ കണ്ണുകൾ അടയുന്നത് സ്വർഗീയ അനുഭൂതിയിലേക്കുള്ള യാഥാർത്ഥ്യത്തെ ആയിരിക്കും.